ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ കുറച്ച് വെജിറ്റബിൾസും മുട്ടയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് ക്യാബേജ് നമ്മളിതോട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു മീഡിയം സൈസ് സവാള നമ്മളിതോട് ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു മീഡിയം സൈസ് കിഴങ്ങ് കൂടെ നമ്മളിതോട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം കുറച്ച് മല്ലിയില കൂടെ നമ്മളിതോട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. നമ്മളിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ കുറച്ച് മൊസല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ആദ്യമായി നമുക്ക് ഇതുകൂട്ടൊരു പാൻ എടുക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം. ആ ഒരു സ്റ്റേജ് ആകുന്നതിന് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊട്ടറ്റോ ഒന്ന് സോഫ്റ്റ് ആകാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഈ സവാളയുടെ നിറമൊക്കെ മാറി ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കിൽ കിട്ടും. ആ ഒരു സ്റ്റേജ് ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കിയാണ്. നമ്മുടെ പൊട്ടറ്റോ ആണെങ്കിലും ഒണിയൻ ആണെങ്കിലും ക്യാബേജും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുപ്പിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഇതുപോലൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുട്ട നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മൾ ഒത്തിരി ആവാൻ പാടില്ല. നമ്മൾ കിഴങ്ങിലൊക്കെ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോയും ഒണിയനും ക്യാബേജും ഇതെല്ലാം കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പാനിഷ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുകൂട്ടൊരു പരന്നൊരു പാത്രം വെക്കാം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുകൂടി ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഓയിൽ നമ്മുടെ പാനിൽ എല്ലായിടത്തും ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കിട്ടുന്നതായിരിക്കും. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഓംലെറ്റിന്റെ ഒരു മിക്സ് അതിന്റെ ഹാഫ് നമുക്കിപ്പോൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതോടെ സ്പൂൺ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അടുത്തതായി നമുക്ക് ഇതിന്റെ സെന്ററിലേക്ക് നമുക്ക് കുറച്ച് മൊസല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മൊസല്ല ചീസ് നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് നിങ്ങൾ അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതിയാവും. ചീസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഓംലെറ്റിന്റെ മിക്സ് നമുക്ക് ഇതിന് മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 7 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കിയാണ്. ഇപ്പം നമ്മുടെ ഈ ഓംലെറ്റിന്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നമുക്ക് ഇതുപോലൊരു പാത്രം ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഓംലെറ്റ് ഇതിലേക്ക് നമുക്ക് മറിഞ്ഞ് വീഴുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഓംലെറ്റ് നമുക്ക് പൊട്ടാതെ തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മറ്റേ സൈഡ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓംലെറ്റ് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 7 മിനിറ്റ് കൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം.
ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലേറ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലേറ്റ് നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിതെല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലേറ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.